ഹായ് എവരിബഡി, വെൽക്കം ബാക്ക് ടു മലയാളി വിഷൻസ്. ട്രെയിനുകൾ പുറപ്പെടാനും വന്നെത്തിച്ചേരാനുമുള്ള കാലതാമസം കാരണം യാത്രക്കാർ അനുഭവിക്കേണ്ടി വരുന്ന കഷ്ടനഷ്ടങ്ങൾക്ക് എന്തെല്ലാം പരിഹാരങ്ങളുണ്ട് എന്ന വിഷയത്തെക്കുറിച്ചാണ് മലയാളി വിഷൻസ് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. അതിനു മുമ്പ് എൻ്റെ ഒരു സുഹൃത്തിനുണ്ടായ ഒരു അനുഭവം പറയാം. അദ്ദേഹം വളരെ അപൂർവമായി മാത്രം ട്രെയിൻ യാത്ര ചെയ്യുന്ന ഒരാളാണ്. കൂടാതെ ടിക്കറ്റ് അഡ്വാൻസായി ഓൺലൈനിൽ എടുത്തിട്ട് മാത്രമേ യാത്ര ചെയ്യാറുമുള്ളൂ. സംഭവം നടന്ന ദിവസം അദ്ദേഹത്തിൻ്റെ ട്രെയിൻ വന്നെത്തിച്ചേരേണ്ടിയിരുന്നത് രാവിലെ 10:32 അതനുസരിച്ച് അദ്ദേഹം 10 മണിക്ക് തന്നെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്നു. മേജർ സ്റ്റേഷൻ അല്ലാത്തതിനാൽ ഡിസ്പ്ലേ ബോർഡിൽ ട്രെയിനിൻ്റെ അറൈവൽ ടൈമും മറ്റും അത്രയ്ക്ക് വ്യക്തമല്ലായിരുന്നു. തുടർന്ന് എൻക്വയറിയിൽ അന്വേഷിച്ചപ്പോൾ ട്രെയിൻ വൈകുമെന്നും എക്സാക്ട് ടൈം ഇപ്പോൾ പറയാൻ കഴിയില്ലെന്നും പറഞ്ഞു. പിന്നെയും കുറേ സമയം കൂടി വെയിറ്റ് ചെയ്തിട്ട് അന്വേഷിച്ചപ്പോൾ വൈകുന്നേരം 5:30 മണിയോടെ മാത്രമേ ട്രെയിൻ എത്തിച്ചേരുകയുള്ളൂ എന്ന് പറഞ്ഞു. നേരത്തെ ടിക്കറ്റിനായി നല്ല പൈസ മുടക്കിയതിനാൽ അദ്ദേഹത്തിന് മറ്റ് മാർഗ്ഗങ്ങളുണ്ടായിരുന്നില്ല. ഭാഗ്യവശാൽ സ്റ്റേഷനടുത്ത് തന്നെ ഒരു ബന്ധുവീടുണ്ടായിരുന്നതിനാൽ 5 മണി വരെ അവിടെ പോയി വിശ്രമിച്ചു. ഞായറാഴ്ച ആയിരുന്നതിനാലും മറ്റ് എൻഗേജ്മെൻറ്റ്സ് ഇല്ലാത്തതിനാലും അദ്ദേഹത്തിന് വലിയ കഷ്ടനഷ്ടങ്ങളുണ്ടായില്ല. അതേസമയം മറ്റെന്തെങ്കിലും സുപ്രധാന കാര്യങ്ങളുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് സംഭവിക്കാമായിരുന്ന നഷ്ടം വളരെ വലുതാകുമായിരുന്നു. അങ്ങനെയുള്ള അവസരങ്ങളിൽ 5 മണിക്കൂർ എന്നത് വളരെ വിലപ്പെട്ട സമയമാണ്. ഒരു ജോലിക്ക് ജോയിൻ ചെയ്യേണ്ടിയിരുന്നെങ്കിലോ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ടിയിരുന്നെങ്കിലോ മറ്റോ ഉണ്ടാകാമായിരുന്ന മാനസിക സംഘർഷവും നഷ്ടങ്ങളും വളരെ വലുതാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ റെയിൽവേയിൽ നിന്നും എന്ത് നഷ്ടപരിഹാരം കിട്ടുമെന്ന് നോക്കാം. ഇന്ത്യൻ റെയിൽവേ ലോകത്തിലെ ഏറ്റവും വലിയ റെയിൽവേകളിൽ ഒന്നാണ്. യാത്രക്കാരുടെ സുഗമമായ യാത്ര ഉറപ്പാക്കുന്നതിനും അവരുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും റെയിൽവേ ചില അവകാശങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. ട്രെയിൻ വൈകിയാൽ നഷ്ടപരിഹാരം, ശുദ്ധമായ കുടിവെള്ളം, സുരക്ഷ, വൈദ്യസഹായം എന്നിവയെല്ലാം ഈ അവകാശത്തിൽപ്പെടുന്നു. ഒരു ട്രെയിൻ വൈകിയെത്തുന്നത് റെയിൽവേയുടെ സേവനത്തിലെ പോരായ്മയായി കണക്കാക്കാവുന്നതാണ്. ഇന്ത്യൻ ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 അനുസരിച്ച് റെയിൽവേ സേവനങ്ങൾ ഉപയോഗിക്കുന്ന ഏതൊരാളും ഒരു ഉപഭോക്താവാണ്. ഉപഭോക്താക്കൾക്ക് ലഭിക്കുന്ന സേവനങ്ങളിൽ എന്തെങ്കിലും പിഴവുകളോ പോരായ്മകളോ ഉണ്ടെങ്കിൽ അവർക്ക് പരാതി നൽകാൻ അവകാശമുണ്ട്. ട്രെയിൻ യാത്രയിലെ ന്യായീകരിക്കാനാവാത്ത കാലതാമസം സേവനത്തിലെ പോരായ്മയായി വ്യാഖ്യാനിക്കാവുന്നതാണ്. ട്രെയിനുകൾ വൈകിയതിനോ വൈകിയെത്തുന്നതിനോ റെയിൽവേ അധികാരികൾ നഷ്ടപരിഹാരം നൽകാൻ ബാധ്യസ്ഥരാണെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. കാലതാമസം റെയിൽവേയുടെ നിയന്ത്രണത്തിന് അതീതമായിരുന്നുവെന്ന് തെളിയിക്കാനോ അതിന് വ്യക്തമായ ന്യായീകരണം നൽകാനോ കഴിഞ്ഞില്ലെങ്കിൽ അവർ നഷ്ടപരിഹാരം നൽകണം. അതായത് കാലതാമസത്തിൻ്റെ കാരണം തെളിയിക്കാൻ റെയിൽവേക്ക് കഴിയുന്നില്ലെങ്കിൽ നഷ്ടപരിഹാരത്തിൻ്റെ സാധ്യത വർദ്ധിക്കുന്നു. രാജധാനി, ശതാബ്ദി, തേജസ് പോലുള്ള പ്രീമിയം ട്രെയിനുകളിലെ യാത്രക്കാർക്ക് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നഷ്ടപരിഹാരം ക്ലെയിം ചെയ്യാൻ കഴിയുമായിരുന്നു. എന്നാൽ 2024 ഫെബ്രുവരി 15 മുതൽ തേജസ് പോലുള്ള സ്വകാര്യ ട്രെയിനുകൾക്ക് കാലതാമസത്തിനുള്ള നഷ്ടപരിഹാരം IRCTC നിർത്തിവെച്ചതായി റിപ്പോർട്ടുകളുണ്ട്. ഇത് യാത്രക്കാർക്ക് ഉപഭോക്തൃ കോടതി വഴിയുള്ള നിയമപരമായ അവകാശങ്ങളെ നേരിട്ട് ബാധിക്കണമെന്നില്ല. അതായത് ഒരു പ്രത്യേക ട്രെയിന് നേരിട്ടുള്ള നഷ്ടപരിഹാര പദ്ധതി ഇല്ലെങ്കിൽ പോലും ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം സേവനത്തിലെ പോരായ്മ എന്ന നിലയിൽ നഷ്ടപരിഹാരം നേടാനുള്ള സാധ്യത നിലനിൽക്കും. ഇനി എന്തെല്ലാം നഷ്ടപരിഹാരങ്ങൾ ലഭിക്കുമെന്ന് നോക്കാം. ഒരു ട്രെയിൻ 3 മണിക്കൂറിൽ കൂടുതൽ വൈകുകയും കാലതാമസം കാരണം യാത്ര ചെയ്യാൻ നിങ്ങൾ തീരുമാനിക്കാതെ ടിക്കറ്റ് സറണ്ടർ ചെയ്യുകയും ചെയ്താൽ ടിക്കറ്റ് തുകയുടെ പൂർണ്ണമായ റീഫണ്ടിന് നിങ്ങൾക്ക് അർഹതയുണ്ട്. ട്രെയിൻ ക്യാൻസൽ ചെയ്യുകയോ 3 മണിക്കൂറിൽ കൂടുതൽ റീഷെഡ്യൂൾ ചെയ്യുകയോ ചെയ്താലും ക്യാൻസലേഷൻ ചാർജസ് ഇല്ലാതെ തന്നെ പൂർണ്ണമായ റീഫണ്ട് ലഭിക്കും. ഈ ടിക്കറ്റുകൾക്ക് TDR ടിക്കറ്റ് ഡെപ്പോസിറ്റ് റെസിപ്റ്റ് ഫയൽ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. കൂടാതെ പ്രീമിയം ട്രെയിനുകളായ രാജധാനി, ശതാബ്ദി, ദുരന്തോ എക്സ്പ്രസ് തുടങ്ങിയവ 2 മണിക്കൂറിൽ കൂടുതൽ വൈകിയാൽ യാത്രക്കാർക്ക് സൗജന്യ ഭക്ഷണവും ലഘുപാനീയങ്ങളും ലഭിക്കാനും അർഹതയുണ്ട്. ഇത് IRCTCയുടെ കാറ്ററിംഗ് പോളിസിയുടെ ഭാഗമാണ്. ട്രെയിൻ വൈകിയത് കാരണം നിങ്ങൾക്ക് നേരിട്ടിട്ടുള്ള സാമ്പത്തിക നഷ്ടങ്ങളോ മാനസിക ബുദ്ധിമുട്ടുകളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉപഭോക്തൃ കോടതി വഴി നഷ്ടപരിഹാരം ആവശ്യപ്പെടാൻ സാധിക്കും. ഉദാഹരണമായി അഹമ്മദാബാദിലെ ഒരു ഉപഭോക്തൃ കമ്മീഷൻ 5 മണിക്കൂർ വൈകിയ ഒരു ട്രെയിൻ കാരണം യാത്രക്കാരനുണ്ടായ മാനസിക ബുദ്ധിമുട്ടിനും മറ്റും 7,000 രൂപ നഷ്ടപരിഹാരം നൽകാൻ റെയിൽവേയോട് ഉത്തരവിട്ടിട്ടുണ്ട്. സമാനമായി കേരളത്തിലെ ഒരു ഉപഭോക്തൃ കോടതി ട്രെയിൻ വൈകിയതിനാൽ കണക്റ്റിംഗ് ട്രെയിൻ നഷ്ടപ്പെട്ട 5 യാത്രക്കാർക്ക് ഓരോരുത്തർക്കും 10,000 രൂപ നഷ്ടപരിഹാരം നൽകാൻ ഉത്തരവിട്ട സംഭവമുണ്ട്. ഇനി നഷ്ടപരിഹാരത്തിന് അർഹതയുള്ള ചില സാഹചര്യങ്ങൾ പറയാം. ആദ്യത്തേത് കണക്റ്റിംഗ് ട്രെയിൻ നഷ്ടപ്പെട്ടത് കാരണം ഉണ്ടാകാവുന്ന സാമ്പത്തിക നഷ്ടം. ബസ്സോ ടാക്സിയോ പോലുള്ള യാത്രാമാർഗ്ഗങ്ങൾ ഉപയോഗിക്കേണ്ടി വന്നതുമൂലമുള്ള അധിക ചെലവുകൾ. ഇതുമൂലമുണ്ടായ മാനസിക ബുദ്ധിമുട്ടുകൾക്കും അസൗകര്യങ്ങൾക്കുമുള്ള നഷ്ടപരിഹാരവും ചിലവുകളും ഒക്കെയാണ് ട്രെയിൻ വൈകിയാൽ ലഭിക്കാവുന്ന നഷ്ടപരിഹാരങ്ങൾ. ഇനി നഷ്ടപരിഹാരം എങ്ങനെ ക്ലെയിം ചെയ്യാമെന്ന് നോക്കാം. നഷ്ടപരിഹാരം ക്ലെയിം ചെയ്യുന്നതിന് വ്യക്തമായ രേഖകൾ ആവശ്യമാണ്. നിങ്ങളുടെ യഥാർത്ഥ ടിക്കറ്റുകളോ ഓൺലൈൻ ടിക്കറ്റോ, ട്രെയിൻ വൈകിയതിൻ്റെ തെളിവായ സ്റ്റേഷൻ ഡിസ്പ്ലേ ബോർഡിൻ്റെ ഫോട്ടോ, ട്രെയിനിൻ്റെ തത്സമയ സ്റ്റാറ്റസിൻ്റെ സ്ക്രീൻഷോട്ട്,
കാലതാമസം കാരണമുണ്ടായ അധിക ചിലവുകളുടെ രസീതുകൾ, റെയിൽവേക്ക് അയച്ച നോട്ടീസുകളുടെയും ഇമെയിലുകളുടെയും കോപ്പി, ഇവയെല്ലാമാണ് ആവശ്യമായ പ്രധാന രേഖകൾ. ഇനി പരാതിപ്പെടാനുള്ള മാർഗങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. ട്രെയിൻ 3 മണിക്കൂറിൽ കൂടുതൽ വൈകുകയും യാത്ര ചെയ്യാൻ തീരുമാനിക്കാതെ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ IRCTC വെബ്സൈറ്റായ www.irctc.co.in വഴിയോ മൊബൈൽ ആപ്പ് വഴിയോ ടിക്കറ്റ് ഡെപ്പോസിറ്റ് റെസിപ്റ്റ് TDR ഫയൽ ചെയ്യാം. TDR ഫയൽ ചെയ്യുന്നതിനുള്ള സമയപരിധി ട്രെയിൻ പുറപ്പെടുന്നതിന് മുമ്പാണ്. റീഫണ്ട് പ്രോസസ്സ് ചെയ്യാൻ ഏകദേശം 90 ദിവസങ്ങളെടുക്കും. ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷൻ വഴിയും പരാതി നൽകാവുന്നതാണ്. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 അനുസരിച്ച് റെയിൽവേ ഒരു സേവനദാതാവാണ്. അതിനാൽ അവരുടെ സേവനത്തിലെ പോരായ്മകൾക്ക് ഉപഭോക്തൃ കോടതികളെ സമീപിക്കാം. പരാതിയിൽ ട്രെയിൻ വൈകിയതിലൂടെയുള്ള നഷ്ടങ്ങൾ, മാനസിക ബുദ്ധിമുട്ടുകൾ, അധിക ചിലവുകൾ എന്നിവ വ്യക്തമായി രേഖപ്പെടുത്തണം. സേവനത്തിലെ പോരായ്മകൾ, സുരക്ഷാ പ്രശ്നങ്ങൾ, നഷ്ടപ്പെട്ട സാധനങ്ങൾ എന്നിവയെക്കുറിച്ച് പരാതിപ്പെടാൻ റെയിൽ മാഡാറ്റ് ആപ്പ് ഉപയോഗിക്കാം. നേരിട്ട് രേഖാമൂലമുള്ള പരാതികൾ സ്റ്റേഷനിലെ കംപ്ലയിൻറ്റ് ഡെസ്കിൽ കൊടുക്കുകയും ചെയ്യാം. ഇന്ത്യൻ റെയിൽവേയിലെ പബ്ലിക് ഗ്രീവൻസ് സെൽ എന്നത് റെയിൽവേ യാത്രക്കാർക്കും പൊതുജനങ്ങൾക്കും അവരുടെ പരാതികളും നിർദ്ദേശങ്ങളും അറിയിക്കാനും അവയ്ക്ക് പരിഹാരം തേടാനും സഹായിക്കുന്ന ഒരു സംവിധാനമാണ്. ഹെഡ്ക്വാർട്ടർ തലത്തിൽ അഡീഷണൽ ജനറൽ മാനേജരാണ് ഇതിൻ്റെ ചുമതല വഹിക്കുന്നത്. ഓരോ ഡിവിഷണൽ റെയിൽവേ ഹെഡ്ക്വാർട്ടേഴ്സിലും പബ്ലിക് ഗ്രീവൻസ് സെല്ലുകളുണ്ട്. അഡീഷണൽ ഡിവിഷണൽ റെയിൽവേ മാനേജരാണ് ഈ സെല്ലുകളുടെ ഡയറക്ടർ. റെയിൽവേയുടെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലും പരാതികൾ രേഖപ്പെടുത്താവുന്നതാണ്. റെയിൽവേയുടെ നിയന്ത്രണത്തിനും അതീതമായ സാഹചര്യങ്ങളിൽ നഷ്ടപരിഹാരത്തിനുള്ള സാധ്യത കുറവാണ്. കാലതാമസം റെയിൽവേയുടെ നിയന്ത്രണത്തിന് അതീതമായ സാഹചര്യങ്ങളിൽ, ഉദാഹരണത്തിന് പ്രകൃതി ദുരന്തങ്ങൾ, അപ്രതീക്ഷിത സാങ്കേതിക തകരാറുകൾ തുടങ്ങിയവ മൂലമാണെന്ന് റെയിൽവേക്ക് തെളിയിക്കാൻ കഴിഞ്ഞാൽ നഷ്ടപരിഹാരം ലഭിക്കാനുള്ള സാധ്യത കുറവാണ്. അതിനാൽ പരാതി നൽകുമ്പോൾ കാലതാമസത്തിനുണ്ടായ കാരണം എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം. ഇനി അതിൻ്റെ സമയപരിധി എങ്ങനെയെന്ന് നോക്കാം. നഷ്ടപരിഹാര ക്ലെയിമുകൾ ഫയൽ ചെയ്യുന്നതിന് സമയപരിധികളുണ്ട്. ഉദാഹരണത്തിന് ട്രെയിൻ 3 മണിക്കൂറിൽ കൂടുതൽ വൈകുകയും യാത്രക്കാരൻ യാത്ര ചെയ്യാതെ ഇരിക്കുകയും ചെയ്യുകയാണെങ്കിൽ ട്രെയിൻ പുറപ്പെടുന്നതിന് മുമ്പായി TDR ഫയൽ ചെയ്യണം. കണക്റ്റിംഗ് ട്രെയിൻ നഷ്ടപ്പെട്ടാൽ ആദ്യ ട്രെയിൻ ലക്ഷ്യസ്ഥാനത്ത് എത്തിയതിന് ശേഷം 3 മണിക്കൂറിനുള്ളിൽ ടിക്കറ്റ് സറണ്ടർ ചെയ്യണം. ഉപഭോക്തൃ കോടതിയിൽ പരാതി നൽകുന്നതിന് സാധാരണയായി 2 വർഷത്തെ സമയപരിധിയുണ്ട്. ഇവിടെ സുഹൃത്തിൻ്റെ കേസിൽ ട്രെയിൻ 5 മണിക്കൂർ വൈകിയത് റെയിൽവേയുടെ സേവനത്തിൻ്റെ പോരായ്മയായി കണക്കാക്കാം. എന്നാൽ അന്വേഷണത്തിൽ സുഹൃത്തിൻ്റെ ട്രെയിൻ വൈകിയത് റെയിൽവേയുടെ നിയന്ത്രണത്തിന് അതീതമായ കാരണങ്ങളാലായിരുന്നു. നിരന്തരമായ മഴയാൽ റെയിൽവേ ട്രാക്കിൽ മണ്ണിടിഞ്ഞ് വീണത് കാരണമാണ് ട്രെയിൻ ലേറ്റായത്. അത് റെയിൽവേയുടെ നിയന്ത്രണത്തിന് അതീതമായ പ്രകൃതിക്ഷോഭം കാരണമായിരുന്നു. അതുകൊണ്ട് ഇവിടെ റെയിൽവേയുടെ അനാസ്ഥ കാരണമാണ് ട്രെയിൻ വൈകിയതെന്ന് ആരോപിക്കാൻ കഴിയില്ല. എന്നാൽ റെയിൽവേയുടെ നിയന്ത്രണത്തിന് വിധേയമായ സാഹചര്യങ്ങളാണ് കാലതാമസത്തിന് കാരണമെന്ന് തെളിയിക്കാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ ക്ലെയിം കൂടുതൽ ശക്തമാകും. ആദ്യഘട്ടമെന്ന നിലയിൽ റെയിൽവേയുടെ ഔദ്യോഗിക പരാതി സംവിധാനങ്ങളായ റെയിൽ മാഡാറ്റ്, 139 ഹെൽപ്പ് ലൈൻ എന്നിവ ഉപയോഗിച്ച് പരാതി രേഖപ്പെടുത്താവുന്നതാണ്. എന്നിരുന്നാലും മാനസിക ബുദ്ധിമുട്ടുകൾക്കും മറ്റ് സാമ്പത്തിക നഷ്ടങ്ങൾക്കും ഉപഭോക്തൃ കോടതികളെ സമീപിക്കുന്നതാണ് ഏറ്റവും ഫലപ്രദമായ മാർഗം. ഉപഭോക്തൃ കോടതികളുടെ മുൻകാല വിധികൾ യാത്രക്കാർക്ക് അനുകൂലമായതിനാൽ ഈ വഴിയിലൂടെ നിങ്ങൾക്ക് ന്യായമായ നഷ്ടപരിഹാരം കിട്ടാൻ സാധ്യതയുണ്ട്. അതേസമയം ട്രെയിൻ യാത്രയ്ക്കിടയിൽ സംഭവിക്കുന്ന അപകടങ്ങൾക്കും മരണങ്ങൾക്കും നഷ്ടപരിഹാരം ലഭിക്കാൻ സാധാരണയായി റെയിൽവേ ക്ലെയിംസ് ട്രിബ്യൂണലിനെയാണ് സമീപിക്കേണ്ടത്. ഇന്ത്യൻ റെയിൽവേ ആക്ട് 1989 റെയിൽവേ ക്ലെയിംസ് ട്രിബ്യൂണൽ ആക്ട് 1987 അനുസരിച്ചാണ് ഇത്തരം കേസുകൾ കൈകാര്യം ചെയ്യുന്നത്. ഇതിന് ഒരു സിവിൽ കോടതിയുടെ അധികാരങ്ങളുണ്ട്. റെയിൽവേ ക്ലെയിംസ് ട്രിബ്യൂണൽ RCTയുടെ ഉത്തരവുകൾക്കെതിരെ ഹൈക്കോടതിയിലും പിന്നീട് സുപ്രീം കോടതിയിലും അപ്പീൽ നൽകാൻ സാധിക്കും. ട്രെയിൻ യാത്രക്കാർ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ചില നിയമ നടപടികളെക്കുറിച്ചാണ് ഇതുവരെ നിങ്ങളുമായി പങ്കിട്ടത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അണ്ടിൽ നെക്സ്റ്റ് ടൈം, ടേക്ക് കെയർ.